റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തെ സംഘി ചാപ്പകുത്താൻ വന്ന സ്മൃതീശന് അഥവാ മെൻഡറായിട്ടുള്ള സംഘീശൻ്റെ നാവായിട്ടുള്ള അവതാരത്തിന് ഭേഷ കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞുപോയി എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും സ്ത്രീയാണല്ലോ, ആ രൂപത്തിനകത്തും ആ കാടും വെച്ചുകൊണ്ടുള്ള കളിയാണല്ലോ പലപ്പോഴും കളിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘീശൻ പറയുന്ന അതേ വാക്കുകൾ സ്മൃതീശനും പലപ്പോഴും അതേപോലെ വായ്ത്താരിയിടാറുണ്ട്. അങ്ങനെയാണ് പാലക്കാട് സുഡാപ്പി ബന്ധത്തെക്കുറിച്ച് വസീഫ് അഭിപ്രായം പറഞ്ഞപ്പോൾ സ്മൃതീശന് പൊള്ളിയത്. ചാടിക്കേറി ഇടപെട്ടു, കൊടുത്തു, വയറ് നിറച്ച്. ഇതാ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ ചുവയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇവർ വിജയിച്ചത്. അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇപ്പോ വിപ്ലവം പറയുന്നവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ട, ഇത്ര വലിയ അഭിമാനബോധമുള്ളവരാണെങ്കിൽ, SDP-യെ പറയുമ്പോൾ പൊള്ളുന്നവരാണെങ്കിൽ, അഭിമാനബോധത്താൽ പുളകിതരാകുന്നവരാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ഞങ്ങൾക്ക് RSSനോടും സ്മൃതിക്ക് ചാനൽ റൂമിലുള്ള പരിചയം ഉണ്ടാവുള്ളൂ. ഈ RSSനോടും SDP-യോടും തെരുവിൽ ഏറ്റുമുട്ടുന്നവരാ ഞങ്ങള്, ജീവൻ കൊടുത്തവരാ ഞങ്ങള്. നിങ്ങൾക്ക് AC റൂമിലിരുന്ന് ഞങ്ങൾ വിമർശിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു RSSും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന്. ഇവിടെ ഇപ്പൊ സംഘർഷങ്ങളില്ല എന്ന്, കണ്ണൂരിൽ ഇപ്പൊ കൊലപാതകങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ ഏറെ ചെയ്തിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പൊതുയോഗം നടത്തുകയാണെങ്കിൽ, പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എന്തും വിളിച്ചു പറയുന്ന ആളുടെ പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ പിശകാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയുന്നത്. 10ഓളം സഖാക്കളെയാണ് കണ്ണൂരിൽ മാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. RSSകാരെ കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപ്പെടുത്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് RSS. എന്നിട്ട് RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നോ? ഞങ്ങളുടെ ഹരിദാസൻ ഉൾപ്പെടെ, ഞങ്ങളുടെ കണ്ണിപ്പൽ ബാബു ഉൾപ്പെടെ 2022-ലും 2018-ലും ഒക്കെ കൊല്ലപ്പെട്ടത്. എത്ര വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും, എങ്ങനെയൊക്കെ തോൽക്കേണ്ടി വന്നാലും ഈ വർഗീയവാദികളുമായി ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. മെന്ററിനോടുള്ള വല്ലാത്ത ആത്മാർത്ഥതയെ. സ്മൃതീശനും സംഘീശനും ഒരേ മനസ്സാണ്, ഒരേ നാവാണ്. എന്താണോ സംഘീശൻ പറയുന്നത് അതേപോലെ റെക്കോർഡ് ചെയ്ത് അത് സ്മൃതീശൻ്റെ വായിലൂടെ പുറത്തേക്ക് വരും. എന്താ ചേർച്ച! രണ്ട് പ്രൊഫഷനിലാണെങ്കിലും ഒരേ മനസ്സാണ്. കാര്യം ഒരിടത്തുനിന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സാധനം പെൺ ശബ്ദത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഇവർക്കിടയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ടാകുകയാണ്. സംഘീശൻ പുരുഷ ശബ്ദത്തിൽ പറയുന്നു, സ്മൃതീശൻ അത് സ്ത്രീ ശബ്ദത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നു. ഏതാണ് ആ സോഫ്റ്റ്വെയർ എന്നാണ് നാട്ടുകാർക്ക് മനസ്സിലാകാത്തത്. ഒരാൾ പറയുന്ന അക്ഷരം പോലും തെറ്റാതെ പറയുന്ന, അത് പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ സംഘീശനും സ്മൃതീശനും തമ്മിൽ നിർമ്മിച്ചെടുത്ത് പരസ്പരം ഇരുവരുടെയും തലച്ചോറിനുള്ളിൽ അത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുകയാണ്. സംഘീശൻ എന്ത് പറയുന്നു അത് അതേപടി സ്മൃതീശ സോഫ്റ്റ്വെയറിലെത്തുന്നു, സ്ത്രീ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. അതിനാണ് ഏറ്റവും ഒടുവിൽ വസീഫ് ഈ രീതിയിൽ മറുപടി പറഞ്ഞു വെച്ചത്. ആരായിരുന്നാലും പറഞ്ഞു പോവും. നേരത്തെയും ഈ പണി നിർത്തിപ്പോകുമോ എന്ന് വസീഫ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുകയാണ്. ഏതുപോലെ? ദല്ലാള് പോലെ കോൺഗ്രസിൻ്റെ മാധ്യമ ദല്ലാളായി സ്മൃതീശൻ അരങ്ങ് വാഴുകയാണ്. അതിനാണ് വാങ്ങിക്കൂട്ടിയിട്ട് പൊടിയും തട്ടി വീട്ടിൽ പോയത്.